നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ സൂപ്പർ ബോംബിംഗ് ഉപയോഗിച്ച് നടത്തിയ ആ വലിയ സംഭവ വികാസങ്ങൾ എന്താണെന്ന് ഇറാൻ പോലും അറിയാതെ നിൽക്കുമ്പോൾ, ഇറാൻ പോലും സത്യത്തിന് മുന്നിൽ കണ്ണടയ്ക്കുമ്പോൾ, ഇതാ നിങ്ങൾ തന്നെ കാണുക എന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിരത്തിക്കൊണ്ട് അമേരിക്ക പറയുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിൽ നടത്തിയത് സൂപ്പർ ബോംബിംഗ് തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ അവശേഷിക്കുന്നത് മാലിന്യ കൂമ്പാരങ്ങൾ മാത്രമാണ് എന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അറ്റാക്ക് അവിടെ ആണവ ചോർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ആണവ ചോർച്ച ഉണ്ടാകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഭൂഗർഭത്തിൽ സ്ഥാപിക്കുന്ന ഫോർഡോ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങളെ കുറിച്ച് ഇനിയും വ്യക്തതയില്ല. ഈ നിലയിൽ കാര്യമായ കേടുപാടുകൾ ഇല്ലെന്നാണ് ഇറാനും പറയുന്നത്. ഏതായാലും അമേരിക്കൻ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ആണവശേഷിയെ വർഷങ്ങളോളം പിറകോട്ട് കൊണ്ടുപോകുന്നതാണ് അമേരിക്കൻ ഇടപെടൽ എന്നാണ് വിലയിരുത്തൽ. ഞായറാഴ്ച പുലർച്ചെ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ US യുദ്ധവിമാനങ്ങൾ ബോംബിട്ടിരുന്നു. നദാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ എന്നിവയാണ് ആക്രമിച്ചത്. USന്റെ കരുത്തുറ്റ B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളായിരുന്നു. USന്റെ ഏറ്റവും കരുത്തുറ്റ ബോംബായ GBU-57 ഉപയോഗിച്ചിരുന്നു. ഇതിനൊപ്പം തന്നെയാണ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ഡൊമോകോസ് ക്രൂസ് മിസൈലുകളും അയച്ചത്. വലിയ നാശമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളിയിരുന്നു ഇറാൻ. ഇറാന്റെ തന്ത്രപ്രധാന ആണവ കേന്ദ്രമായ ഫോർഡോ അശേഷം തീർന്നുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഫോർഡോയ്ക്ക് മേൽ വ്യോമ പ്രതിരോധ സംവിധാനം ജാഗരൂകരായിരുന്നുവെന്നും US ആക്രമണം ഏശിയിട്ടില്ല എന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർഡോയ്ക്ക് പുറമെ നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളും US ആക്രമിച്ചു. എന്നാൽ നദാൻസും ഇസ്ഫഹാനും പൂർണ്ണമായും തകർന്നുവെന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. 13,500 കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബാണ് ഫോർഡോയ്ക്ക് നേരെ US പ്രയോഗിച്ചത്. ഫോർഡോ പർവ്വതങ്ങൾക്കിടയിൽ 60 മീറ്റർ മുതൽ 90 മീറ്റർ വരെയെങ്കിലും താഴ്ചയിലാണ് ഇറാൻ ഫോർഡോ ആണവ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിനുള്ളത്. ഒപ്പം പർവ്വതങ്ങളുടെ സംരക്ഷണവും. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അല്ലാതെ മറ്റാർക്കും ആ പ്രദേശത്തിൽ ആക്രമണം നടത്താൻ സാധ്യമായിരുന്നില്ല. ബങ്കർ ബസ്റ്ററുകൾ അടക്കം അമേരിക്ക ഉപയോഗിച്ചുവെങ്കിലും അതിനെയും ഫോർഡോ അതിജീവിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് തന്നെയാണ് ഇറാനും ആവർത്തിക്കുന്നത്. ഫോർഡോയ്ക്ക് മേൽ മുഴുവൻ പ്രഹരശേഷിയോടുകൂടിയുമാണ് ബോംബിട്ടത് എന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. B-2 സ്റ്റെൽത്ത് ബോംബറാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം അതിന്റെ പൂർണ്ണ തോതിലാണ് ഫോർഡോയിൽ നടക്കുന്നത് എന്ന് രാജ്യത്തെ ആണവോർജ ഏജൻസി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഫോർഡോയിലെ ആണവായുധത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹം വാസ്തവമാണെങ്കിൽ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചതോടുകൂടി ആണവ വികിരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നദാൻസിന് നേരത്തെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നേരത്തെ ആണവ ചോർച്ച ഉണ്ടായെങ്കിലും അത് സൈറ്റിനുള്ളിൽ മാത്രമായിരുന്നുവെന്നും ആണവ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു. ടെഹ്റാന് തെക്ക് ഖൂം നഗരത്തിനടുത്ത് മലനിരകൾ തുരന്നായിരുന്നു ഒരു കോട്ടയാണ് ഫോർഡോ പണിയാനായി അവർ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ അത്തരമൊരു കോട്ടയാണ് ഫോർഡോ എന്ന് പറയുന്നത്. ഭൂനിരപ്പിൽ നിന്ന് 80 മുതൽ 90 മീറ്റർ ആഴത്തിലാണ് ഇവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനം. പാറകൾക്കും കോൺക്രീറ്റുകൾക്കും ഇടയിൽ ഇത് മറഞ്ഞിരിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ തകർക്കുക പ്രയാസവുമാണ്. ഫോർഡോയിൽ 2700 സെൻട്രിഫ്യൂജുകൾ ഉണ്ടെന്നും UNന്റെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുന്നു. ഇവിടെ യുറേനിയം 60% ശുദ്ധിയിൽ സമ്പുഷ്ടീകരിക്കുന്നുണ്ടെന്നും IAEA 90% ശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 9 ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ ഉപയോഗിച്ചേക്കുമെന്നാണ് ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം US ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ എന്ത് ആഘാതം ഉണ്ടാക്കിയെന്നതിൽ ഇപ്പോഴും പൂർണ്ണമായ വ്യക്തതയില്ല. പക്ഷെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പറയുന്നത് പൂർണ്ണമായുമുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആളപായം ഉണ്ടായതായും അറിയില്ല. നാശം വിലയിരുത്തി വരികയാണെന്നാണ് ഇസ്രായേൽ സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഡെഫ്രി പറയുന്നത്. ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ പൈശാചികമായ ലംഘനമാണെന്നാണ് ഇറാനിയൻ അറ്റോമിക് ഏജൻസി ഓർഗനൈസേഷൻ പറയുന്നത്. ആണവ നിലയങ്ങളിലെ ആക്രമണത്തിന് ശേഷം പരിസരത്തെ അണുവികിരണ തോത് ഉയർന്നിട്ടില്ല എന്ന് UNന്റെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും സൗദി അറേബ്യയും അറിയിച്ചു.
ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടാനുള്ള ഇറാൻ നീക്കം ലോകത്ത് തന്നെ ആശങ്കയിലാക്കുകയാണ്. അതിനിടെ ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും നിലപാട് എടുത്തു. ഇറാനെ മഹത്തായ രാജ്യമാക്കാനുള്ള ഇച്ഛാശക്തി ഇപ്പോഴത്തെ സർക്കാരിനില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് വിശദീകരിക്കൽ. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. അതിനിടെയാണ് ഹോർമോസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാനിലെ പാർലമെന്റ് അനുമതി നൽകിയത്. ഇതോടെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയും യോഗം ചേർന്നു. ബ്രിട്ടീഷ് അടക്കം തിരിച്ചടി ഭയക്കുന്നുണ്ട്. ഇസ്രയേലിന് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ മുന്നറിയിപ്പ് നൽകാതെ അമേരിക്ക ആക്രമിച്ചതിൽ ലോകരാജ്യങ്ങൾക്ക് അമർഷവും ശക്തമാണ്. ലോകത്തെ എണ്ണ ഗ്യാസ് നീക്കത്തിൽ 20% ഹോർമോസ് കടലിടുക്കിലൂടെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണമാറ്റം എന്ന പദം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല. പക്ഷേ നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിന് ഇറാനെ വീണ്ടും മഹത്തകരമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം പാടില്ല എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. ഇതിനിപ്പോ അമേരിക്കൻ സൈന്യം ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ട്രംപ് വീണ്ടും പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കൃത്യവും കഠിനവുമായ ആക്രമണമാണ് നടത്തിയതെന്നും അമേരിക്കൻ സൈന്യം മികച്ച വൈദഗ്ധ്യമാണ് കാണിച്ചത് എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച തിരിച്ചെത്തിയ B-2 ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം US-നെ ആക്രമിക്കാൻ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാവുകയാണ്. റഷ്യയും ചൈനയും നേരിട്ടിറങ്ങി ആണവായുധങ്ങൾ നൽകാൻ തങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ ഉള്ള ആണവായുധങ്ങൾ ഇറാൻ നൽകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്.